പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ നിൽക്കുന്ന ഒരു വേൾഡ് ഫുഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് എൻ്റെ ഈ ഷാക്ക് ഉള്ളത്. അയ്യോ നീ അല്ല എഡിറ്റർ കട്ട് ചെയ്യണ്ട. ഓക്കെ. എന്താ വേൾഡ് ഫുഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എൻ്റെ ഈ ഷാക്ക് ഉള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞാല് എല്ലാ ടൈപ്പ് ഓഫ് ഫുഡും എല്ലാ ടൈപ്പ് 15-18 ഷാക്ക് ഉണ്ട് അതില്. അപ്പൊ അതില് എല്ലാവരുടെ ഫുഡും ഡിഫറെന്റ് ഫുഡാണ്. കാരണം മെന്യൂസ് തമ്മിൽ കോൺട്രഡിക്ട് ചെയ്യാൻ പാടില്ല. അപ്പം ഒരു എന്താ ഞങ്ങള് ക്രേപ്സ്, മിൽക്ക് ഷേക്ക്, സ്മൂത്തീസ് അതൊക്കെ ഞങ്ങൾ വെക്കുന്നുണ്ട്. ഇന്ത്യൻ ഫുഡ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, വടാപാവ്, മുംബൈ സാൻഡ്വിച്ച് കൊണ്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ദോശ കൊടുക്കുന്ന ആൾക്കാരുണ്ട്, കൊത്തുറൊട്ടി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നുമില്ല ഈ കേരള സ്നാക്സ് പോലെ അങ്ങനെ ചായ ഉണ്ട്, പഴംപൊരി ഇല്ല, സമൂസ ഉണ്ട്. നല്ലതാണ്. പക്ഷെ അവിടെ ഞാൻ ശ്രദ്ധിച്ചത് പറഞ്ഞാൽ വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ നോർത്ത് ഇന്ത്യൻസാ. മലയാളീസ് വളരെ അങ്ങനെ. പിന്നെ ലാറ്റിൻ ഫുഡായിട്ട് ഈ മാങ്ങയും നമ്മൾ ഉപ്പിലിട്ടത് പറയുന്ന പോലെ അവരുടെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന ഷോപ്സ് ഉണ്ട്. ബ്രസീലിയൻ ഫുഡ് ഉണ്ട്. ട്രൈ ചെയ്തു ഞാൻ. ലാറ്റിൻ ഫുഡ് കുറെ ട്രൈ ചെയ്തു ഞാൻ. ഈ ശ്രീലങ്കൻ ഫുഡ് ഒരു അക്ക ഉണ്ട് ഇപ്പുറത്ത്, ആ അക്കയുടെ ഫുഡ് ശ്രീലങ്കൻ അവരുടെ ഫുഡ് ട്രൈ ചെയ്തു. ഈ വടാപാവ്, മുംബൈ സാൻഡ്വിച്ച് അതൊക്കെ ട്രൈ ചെയ്തു. പിന്നെ കോണും ഒരു ചീസും അത് ലാറ്റിൻ ഫുഡാ, അത് ട്രൈ ചെയ്തു. അങ്ങനെ കുറച്ച് ഐറ്റംസ്. ഞാനിപ്പോ ന്യൂ ആണ്. ലെബനീസ് ഫുഡ് ഉണ്ട്. അങ്ങനെ എല്ലാ കൾച്ചേഴ്സിലെ ഫുഡ് അവിടെ. ഷവർമയും പുട്ടീനും അത് ഞാൻ ട്രൈ ചെയ്തു. അതൊക്കെ ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ ജഹീനോട്, എൻ്റെ കാക്ക ജഹീനോട് പറയായിരുന്നു, നമ്മൾ ഇന്ത്യൻസ്, നമ്മൾ ഇപ്പുറത്ത് ശ്രീലങ്കൻ, നമ്മളുടെ ലെഫ്റ്റില് മെക്സിക്കൻ, ലാറ്റിന്. നമ്മളുടെ ഫ്രണ്ട് എന്ന് പറയുന്ന വേറൊരു ആളുണ്ട് ഇതേപോലെ ബിസിനസ് ഓണർ ആയിട്ട്, അയാള് ഫിലിപ്പീനോ കനേഡിയൻ. നമ്മളുടെ ഇവിടുത്തെ മാനേജർ എന്ന് പറഞ്ഞാൽ ലെബനീസ്, നമ്മളുടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്. ഒരു ട്രൂലി ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇത് കിട്ടുന്നത്. നമ്മൾ ഫ്യൂച്ചറിൽ ഇതൊക്കെ എടുത്ത് പറയും, ഇങ്ങനൊക്കെ ഒരു ലൈഫാണ് നമുക്ക് ജീവിച്ചു വന്നതാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഈ കാര്യത്തില്. യെസ്.